ഒരു ധവളപത്രം തയ്യാറാക്കുമ്പം നമ്മുടെ റിസോഴ്സസിനെ പറ്റി പറഞ്ഞു. നമ്മുടെ വരുമാനം എന്തൊക്കെയാണ്? നമ്മുടെ വരുമാനം വരേണ്ടത് എന്ന് നമ്മുടെ ടാക്സ് ആണ്. സംസ്ഥാനത്ത് പിരിക്കുന്ന ടാക്സ്, നോൺ ടാക്സ്, നികുതിയും നികുതിതര വരുമാനം. ഏകദേശം അത്രയും തുക തന്നെ കേന്ദ്രത്തിൽ നിന്ന് നമ്മുടെ ടാക്സ് വിഹിതം കിട്ടണം. അത് അവർ തരുന്നതല്ല, നമ്മുടെ ഇവിടുന്ന് കൊണ്ടുവന്ന ടാക്സിന്റെ വിഹിതം നമുക്ക് കിട്ടാനുള്ളത്. അത് GST വരുമാനം നമുക്ക് വരുന്നത് കൂടാതെ കേന്ദ്ര ഗവൺമെന്റ് ഓരോ സംസ്ഥാനം കൊടുക്കേണ്ട ഡിവിസീവ് പൂൾ എന്ന് പറയും, പിന്നെ കേന്ദ്ര നികുതി വിഹിതം, ഇതെല്ലാം കൂടെ വരുന്ന ആ വരുമാനം അവർ തരേണ്ട ഗ്രാന്റുകൾ, പ്രത്യേക ഗ്രാന്റുകളൊക്കെ ഉണ്ട്. ഇതിനെപ്പറ്റി പറയണം. വാസ്തവത്തിൽ തുടങ്ങേണ്ടത് അത് വെച്ചിട്ടാണ് അവർ. കേരളത്തിന് ആകെയുള്ള നമ്മുടെ റവന്യൂ വരുമാനത്തിന്റെ 75% സംസ്ഥാന തലസ്ഥാനം ഉണ്ടാക്കുകയാണ്. കേന്ദ്രത്തിന്റെ ഒരു 25-26% വരുന്നുള്ളൂ. ഇന്ത്യൻ ശരാശരി 53% കേന്ദ്രം കൊടുക്കുന്നതാണ്. ഇന്ത്യയിലെ മറ്റെല്ലാ സംസ്ഥാനങ്ങൾക്കും 53% കൊടുക്കുമ്പോൾ നമുക്ക് ആകെയുള്ളതിന്റെ 25% തരുന്നുള്ളൂ. ബീഹാറിന് 73% കൊടുക്കുന്നത്. അപ്പൊ ഇതല്ലേ ഒന്നാമത് പറയണ്ടേ? വിവേചനമുണ്ട്. സംസ്ഥാനത്തിന് കിട്ടേണ്ട പണം കിട്ടുന്നില്ല, ഈ വിവേചനമുണ്ട്. രണ്ടാമത്തെ കാര്യം, അതിനകത്ത് വരുന്നതാണ് ഈ ഗ്രാൻഡൊക്കെ. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, 33,000 കോടി ഉണ്ടായിരുന്നു ഞങ്ങൾ വന്ന ആദ്യ വർഷം. ഇപ്പോൾ അത് 7,000 ഇല്ല, സത്യത്തിൽ 6,800-700 കണ്ടു ഇതുണ്ട്. അപ്പൊ ഇത് കുറഞ്ഞു, നമുക്ക് വിഹിതം കുറഞ്ഞു, ഇപ്പൊ തരുന്ന ഗ്രാന്റ് കുറഞ്ഞു. മൂന്നാമത്തെ കാര്യം, നമുക്ക് അവർ തരുന്ന വിവിധ തരത്തിലുള്ള അലോട്ട്മെന്റ് ഉണ്ട്. ഇത് കൂടാതെ ഇപ്പം സെൻട്രൽ CSS, സെൻട്രലി സ്പോൺസേഡ് സ്കീംസ്, അതിന്റെ ഭാഗമായിട്ടുള്ള രീതി ഞാൻ ഈ പറഞ്ഞു വരുന്നില്ല. അതിനകത്ത് വരേണ്ട പണത്തിന് വലിയ തോതിൽ കുറവുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള കുറവുകൾ നമുക്ക് വലിയ തോതിൽ വരുന്നുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. അപ്പൊ അത് നമുക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. അപ്പൊ നിങ്ങളുടെ റിസോഴ്സ് കിട്ടുന്നില്ല എന്നാണ് പറഞ്ഞത്. നിങ്ങൾക്ക് കടം കൂടുന്നു എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ കടം കൂടിയില്ല. കടം കൂടുന്നു എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ തരാനുള്ള പണം അവിടുന്ന് തരുന്നില്ല എന്നുള്ളത് പറയുക എന്നുള്ളത് ചെയ്തിട്ടേ ഇല്ല. രണ്ടാമത്, ഇതിനകത്ത് പിന്നെ ബോറോയിങ്ങിന്റെ കാര്യത്തിലുള്ള അവകാശം, കടമെടുക്കുന്നതിനുള്ള അവകാശം, അതും വല്ലാതെ വെട്ടിക്കുറച്ചിരിക്കുന്നു. ഇപ്പൊ കിഫ്ബി പോലെയുള്ള പ്രസ്ഥാനങ്ങള് ഇപ്പൊ കടമങ്ങ് വലിയ തോതിൽ കൂട്ടിന്ന് പറയാൻ പറ്റത്തില്ല. കഴിഞ്ഞ 2022 മുതൽ കിഫ്ബി എടുത്ത എല്ലാ കടവും സംസ്ഥാനത്തിന്റെ അതത് വർഷത്തെ കടപരിധിക്കകത്ത, അതായത് ഈ ഞാൻ ഈ പറഞ്ഞ 5,07,000 കോടിക്കകത്ത. അപ്പൊ അതിന് വേറെ അധികം കടം വന്നിട്ടില്ല. അപ്പൊ ഇത്തരം കാര്യങ്ങൾ അടിസ്ഥാനരഹിതമായിട്ട് പറയുക, നമുക്ക് കിട്ടാനുള്ളതിനെ പറ്റി പറയാതിരിക്കുക. കേന്ദ്ര ഗവൺമെന്റിനെ വാസ്തവത്തിൽ അവരെ നമ്മൾ സുപ്രീം കോടതിയിൽ അടക്കം കേസ് നടത്തുവാണ് അവരുടെ സമീപനത്തിനെതിരെ. അപ്പൊ അത്തരം കാര്യങ്ങളെ പറ്റി ഒരക്ഷരം മിണ്ടാൻ തയ്യാറായിട്ടില്ല. ഇത് പറഞ്ഞിട്ട് ഇത് പറയാതെ വരുന്നു എന്ന് പറഞ്ഞാണ് ഏറ്റവും അപകടം. ഇത് പറഞ്ഞിട്ട് ഈ കാര്യങ്ങളൊക്കെ ചെറുതായി പറഞ്ഞിട്ട് പിന്നീട് പറഞ്ഞ എന്താ, ഇങ്ങനെയുള്ള കേരളത്തെ രക്ഷിക്കാൻ വേണ്ടി ഞങ്ങൾ ചില കാര്യങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു എന്നാണ് പറയാതെ വെച്ചേക്കുന്നത്. അത് നിങ്ങൾക്ക് ശ്രദ്ധിച്ചു കാണും. ഒന്ന്, സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ ശമ്പള പരിഷ്കരണം, അത് 10 വർഷത്തിലൊരിക്കലാക്കണം. മറ്റ് പെൻഷൻ പ്രായം വർദ്ധിപ്പിക്കാനായിട്ടുള്ള തീരുമാനം എന്ന് പറഞ്ഞാൽ, വലിയ തോതിലെ ചെറുപ്പക്കാര് ജോലി കാത്തിരിക്കുന്ന ഒരു സ്ഥലത്ത് പെൻഷൻ പ്രായം വർദ്ധിക്കുക എന്ന് പറഞ്ഞാൽ ഒരു വർഷം ഒരു 30,000-35,000 അപ്പോയിന്റ്മെന്റ് ആണുള്ളത്. അത് അങ്ങനെ ഡിലേ ചെയ്യപ്പെടും, പൈസ ലാഭത്തിന് വേണ്ടിയിട്ടാണ്. ഈ 2 കാര്യങ്ങൾ പറയുന്നു.